നമ്മൾ ഈ ലൈറ്റിങ്ങിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ കൺവെൻഷനലി ശീലിച്ചിട്ടുള്ളൊരു കാര്യമാണ് 3 point ലൈറ്റിംഗ്. 3 point ലൈറ്റിങ്ങിൻ്റെ അപാധകളെക്കുറിച്ച് ഞാൻ ചെയ്തിട്ടുള്ളൊരു വീഡിയോ ഓൾറെഡി ഉണ്ട്. നിങ്ങൾക്കത് അറിയണമെന്നുണ്ടെങ്കിൽ ഈ ലിങ്കിൽ കയറുക. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് സാധാരണ കൺവെൻഷണൽ ലൈറ്റിങ്ങിൽ നമ്മൾ ശീലിച്ചിട്ടുള്ള 45 ഡിഗ്രി ആംഗിളിൽ മാത്രം കീ വെക്കാതെ കുറച്ച് സബ്ജക്റ്റീവായിട്ട് നമ്മുടെ സബ്ജക്റ്റിനെ മനസ്സിലാക്കിയിട്ട് ആ സബ്ജക്റ്റിൻ്റെ ഫേസിനനുസരിച്ച് കീ വെക്കുന്നതിലൂടെ എന്ത് ടൈപ്പ് ഓഫ് 3 ഡയമെൻഷനാലിറ്റി ആണ് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുക, എന്ത് ടൈപ്പ് ഓഫ് ഒരു ഇമോഷനാണ് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ്. സോ സ്റ്റേ ട്യൂൺ ഗൈസ്. സോ ഇന്നത്തെ ലൈറ്റിങ്ങിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് അപ്യൂച്ചറിൻ്റെ അമറാൻ PT4C ആണ്. ദെൻ വി ഹാവ് ഗോഡോക്സ് SL200 Mark II. ഈ 2 ലൈറ്റുകൾ വെച്ചിട്ടാണ് നമ്മൾ നമ്മുടെ ഡിയർ മോഡൽ അശ്വിനെ നമ്മൾ ഇന്ന് ലൈറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ, ബിഫോർ ജമ്പിങ് ഇൻ ടു ലൈറ്റിംഗ്, ഏറ്റവും ആദ്യം ഹൗ ഡസ് ദ പൊസിഷൻ ഓഫ് ദി ക്യാമറ, ദെൻ ദി ഡയറക്ഷൻ ഓഫ് ദ കീ ലൈറ്റ് ആൻഡ് ഓൾസോ ദി ആംഗിൾ ഓഫ് ദ സബ്ജക്റ്റ് അഫക്ട്സ് ദി 3 ഡയമെൻഷണൽ അപ്പിയറൻസ് ഓഫ് ദ സബ്ജക്റ്റ് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അതായത് നമ്മുടെ ക്യാമറയുടെ പൊസിഷൻ, നമ്മുടെ സബ്ജക്റ്റ് എങ്ങോട്ടാണ് നോക്കുന്നത് അല്ലെങ്കിൽ സബ്ജക്റ്റിൻ്റെ ആംഗിള്, അതുപോലെ നമ്മുടെ കീയുടെ ഡയറക്ഷൻ, ഈ 3 കാര്യങ്ങളെ വെച്ചിട്ടാണ് നമ്മുടെ സബ്ജക്റ്റിൻ്റെ ലൈറ്റിംഗ് എപ്പോഴും നന്നാവുന്നത്. നമ്മുടെ സബ്ജക്റ്റിൻ്റെ ലൈറ്റിംഗ് നന്നാവാനായിട്ട് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് 3 കാര്യങ്ങളാണ്. അത് എത്ര നമ്പർ ഓഫ് ലൈറ്റ്സ് ഉപയോഗിച്ചാലും ഈ 3 കാര്യങ്ങളെ വെച്ചിട്ടാണ് നമ്മൾ പ്രധാനമായിട്ടും ഒരു ലൈറ്റിങ്ങിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഇമേജിനെ നന്നാക്കാൻ പറ്റുക. സോ ഏറ്റവും ആദ്യം നമ്മൾ ശ്രമിക്കുന്നത് ഈ ഒരൊറ്റ സോഴ്സ് വെച്ചിട്ട്, ഇത് എൻ്റെ കയ്യിലിരിക്കുന്ന ഈ PT4C വെച്ചിട്ട് തന്നെ ഞാനിപ്പോൾ വെൻ ഐ ആം ട്രൈങ് ടു പ്ലേസ് ഇറ്റ് ഇൻ ഡിഫറെൻറ്റ് ഏരിയാസ്. സോ വാട്ട് ഐ എം ട്രൈങ് ടു അണ്ടർസ്റ്റാൻഡ് ഈസ് എങ്ങനെയാണ്, ഏത് ഡയറക്ഷനിൽ നിന്ന് ഈ കീ ലൈറ്റ് കൊടുത്താലാണ് എനിക്ക് അശ്വിൻ്റെ ഫേസിൽ ഒരു നല്ല അപ്പീലിംഗ് ആയിട്ടുള്ള ഒരു ലൈറ്റ് ക്വാളിറ്റി ക്രിയേറ്റ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് ഏറ്റവും ആദ്യം നമ്മൾ നോക്കുന്നത്. നോക്കിയാൽ നമ്മുടെ സബ്ജക്റ്റ് ഇതാണ്. ഞാൻ ഏറ്റവും ആദ്യം ടോപ്പ് ആംഗിൾ വെച്ച് നോക്കുന്നു. ടോപ്പ് ആംഗിൾ വെച്ച് നോക്കുന്ന സമയത്ത് ആ സബ്ജക്റ്റിൻ്റെ ഫേസിൻ്റെ അപ്പിയറൻസ് നിങ്ങൾക്ക് കാണാവുന്നതാണ്. സോ ഇറ്റ്സ് എ ഡിഫറെൻറ്റ് ലുക്ക് ഓൾ ടുഗെദർ. Now when I slightly move it towards this angle, see സബ്ജക്റ്റിൻ്റെ ഫേസിൽ ലൈറ്റിൻ്റെയും ഷാഡോയുടെയും വേരിയേഷൻസിൽ വന്നേക്കുന്ന പ്രധാനപ്പെട്ട വ്യത്യാസം കണ്ടോ? ഈ ഒരു ആംഗിൾ ഇരുന്നുകൊണ്ട് തന്നെ ടോട്ടലി സൈഡിഷ് ആക്കുമ്പോൾ വരുന്ന വ്യത്യാസം കണ്ടോ ഫേസിൽ? ഇറ്റ്സ് എ വെരി ബിഗ് ഡിഫറൻസ്. ഈ ഒരു പൊസിഷനിൽ വെക്കുന്ന സമയത്ത് കണ്ടോ ആ ഫേസിൽ ഭയങ്കര ഒരു ഡിഫറൻസ് ആണ് വരുന്നത്. സോ ഇത് ഇങ്ങനെ ഒരു ഫീലാണ് നമുക്ക് ഇവിടെ വരുന്നത്. ആൻഡ് ഇഫ് ഐ എം കീപ്പിംഗ് ഇറ്റ് ലൈക്ക് ദിസ്, ഇങ്ങനെ ഒരു ഡയഗണൽ രീതിയിൽ വെക്കുമ്പോൾ ഫേസിൻ്റെ മോൾഡിങ്ങിൽ ഭയങ്കര വ്യത്യാസം വരുന്നുണ്ട്. നേരെ ഞാൻ ഇവിടേക്ക് വെക്കുന്ന സമയത്ത് എഗെയിൻ ഭയങ്കര വ്യത്യാസം പിന്നെ വരുന്നുണ്ട്. ഇഫ് ഐ എം മൂവിങ് ദ ലൈറ്റ് എ ലിറ്റിൽ ബിറ്റ് ദിസ് സൈഡ്, ലൈറ്റിൻ്റെയും ആ കണ്ണിലൊക്കെ ഒരു ഷാഡോ വന്നു, ദ ലുക്ക് എൻ്റെ ചേഞ്ച്ഡ്. എന്നിട്ട് ഞാൻ കുറച്ചുകൂടി ഇങ്ങോട്ടേക്ക് വരുമ്പോഴത്തേനും കണ്ടോ ഇവിടെ വന്നിട്ട് ലൈറ്റ് കൊടുക്കുമ്പോഴത്തേനും ഇറ്റ് ലുക്സ് വെരി ഡിഫറെൻറ്റ്. സോ ഒറ്റ PT4C കൊണ്ട് തന്നെ ഫേസിൽ നമുക്ക് പല ടൈപ്പ് മൂഡുകൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റി. കീ ലൈറ്റ് കമ്മിങ് ഫ്രം 45 ഡിഗ്രി ആംഗിൾ എന്ന് പറയുന്നത് അപ്ലൈസ് വെൻ ഇൻ ടേംസ് ഓഫ് ബ്രോഡ്കാസ്റ്റ് ലൈറ്റിംഗ്. അതങ്ങനെ ശീലിക്കുന്നതിൽ തെറ്റില്ല. പക്ഷേ വെൻ ഇറ്റ് കംസ് ടു പൊർട്രേറ്റ് ലൈറ്റിംഗ്, വെൻ ഇറ്റ് കംസ് ടു സീരിയസ് ഫിലിം ലൈറ്റിംഗ്, ദാറ്റ് ഡസൻറ്റ് അപ്ലൈ. സോ ഇന്നത്തെ സിറ്റുവേഷനിൽ ഞാനിതിനെ ഒരു കീ ലൈറ്റായിട്ടല്ല ഉപയോഗിക്കാൻ പോകുന്നത്. നമ്മൾ മുമ്പേ കാണിച്ചത് കീ ലൈറ്റ് എങ്ങനെയാണ് ഫേസിൽ ഒരു ഇമോഷനെ കൊണ്ടുവരുന്നത്, എങ്ങനെയാണ് ഒരു ഡൈനാമിക്സ് ക്രിയേറ്റ് ചെയ്യുന്നത് ആസ് ഫാർ ആസ് ലൈറ്റ് ആൻഡ് ഷാഡോസ് കൺസേൺഡ് എന്നുള്ളതാണ് നമ്മൾ മുമ്പേ തീരുമാനിച്ചത്, കണ്ടത്. നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് ഇതിനെ നമ്മളൊരു ടോപ്പ് ലൈറ്റ് ആയിട്ടാണ് ഉപയോഗിക്കാൻ പോകുന്നത്. സോ എന്താണ് ടോപ്പ് ലൈറ്റിൻ്റെ ഫംഗ്ഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളൊക്കെ ബ്രൗൺ സ്കിന്നാണ്, നമ്മളൊക്കെ ഡാർക്ക് ഹെയർഡാണ്. അപ്പോൾ സത്യത്തിൽ എക്സ്പോഷർ വൈസ് സംസാരിക്കുമ്പോൾ പെട്ടെന്ന് നമ്മുടെ നെറ്റിയുടെ ചില ഭാഗങ്ങൾ, അതുപോലെ നമ്മുടെ മുടിയുടെ ചില ഭാഗങ്ങളൊക്കെ എക്സ്പോഷർ പരമായിട്ട് സംസാരിക്കുമ്പോൾ ഭയങ്കര ക്രഷ് ആയി പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. നമ്മൾ കീ ലൈറ്റ് കൊടുത്താലും കീ ലൈറ്റിൻ്റെ ഓപ്പോസിറ്റ് ഉണ്ടാവുന്ന ഷാഡോസിൽ ചെറിയൊരു ഫില്ലിൻ്റെ ആവശ്യമുണ്ടാവാറുണ്ട്. അപ്പോൾ ബേസിക്കലി ദിസ് ഈസ് എ ഫിൽ ഫ്രം ദ ടോപ്പ് സൈഡ് ടു പുട്ട് ഇറ്റ് ഇൻ എ വെരി സിമ്പിൾ വേ. ഇനി അത് കൂടാതെ പ്രാക്ടിക്കലി നമ്മുടെ ഹെയറിനെ ഒന്ന് ഹൈലൈറ്റ് ചെയ്യുക, സാധാരണഗതിയിൽ ഷാഡോസ് കയറി കിടക്കാൻ സാധ്യതയുള്ള സ്ഥലങ്ങളെയൊക്കെ ഒന്ന് ഫില്ല് ചെയ്ത് നിർത്തുക എന്നൊക്കെ ഉള്ളതാണ് സത്യത്തിൽ ഈ ടോപ്പ് ലൈറ്റ് കൊടുക്കുന്നതിൻ്റെ ഉദ്ദേശം. സോ ഈ സാധാരണ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ടോപ്പ് ലൈറ്റ് കൊടുക്കുമ്പോൾ ചിലർ ചെയ്യുന്ന അബദ്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഇറക്കി കൊടുക്കും. ഇങ്ങനെ കൊടുത്തു കഴിയുമ്പോൾ ഉച്ചയുടെ ഭാഗം മാത്രം ലൈറ്റ് വരുന്നുണ്ട്. പക്ഷേ വരുന്ന പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇവിടെ കണ്ടോ, ഈ ഏരിയയും ഒന്നും ഫില്ലല്ല. ഫില്ല് ചെയ്യേണ്ടുന്ന ഏരിയ അതായത് ഇത്രയാണ്. നോക്കി, ഇത്രയാണ് നമുക്ക് ഫില്ല് ചെയ്യേണ്ടുന്ന ഏരിയ. സോ അതുകൊണ്ട് തന്നെ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഏരിയ ലൈറ്റ് ഉണ്ട്, ഈ ഫ്രണ്ടിൽ ഏരിയയൊക്കെ ലൈറ്റ് ഉണ്ട്. ഇറ്റ് ഈസ് ഫ്ലാറ്റ്, ലെറ്റ് ഇറ്റ് ബി ഫ്ലാറ്റ്. ഫേസ് ഫ്ലാറ്റ് ആയിക്കോട്ടെ, കുഴപ്പമില്ല. കാരണം നമ്മളിത് മോൾഡിങ്ങിന് വേണ്ടി അല്ല ഈ ലൈറ്റ് വെക്കുന്നത്. സോ മൂവിങ് ഇറ്റ് ദിസ് സൈഡ് ബിക്കോസ് മൂവിങ് ഇറ്റ് എ ബിറ്റ് ഫാർ. സോ ഫേസ് ഓവറോൾ വളരെ മോൾഡിങ് ഒന്നും ഇല്ലാതെ ഫ്ലാറ്റ് ആയിട്ട് ഐ ഹാവ് സം ലൈറ്റ്സ് ഹിയർ, ലൈറ്റ്സ് ഹിയർ, ലൈറ്റ്സ് ഹിയർ,
ഓൾ ഒരു ജനറൽ ഫില്ലായിട്ട് എനിക്കൊരു ലൈറ്റ് കിട്ടുന്നുണ്ട്. സോ നൗ ഫ്രം ഹിയർ ഐ വിൽ ഫിക്സ് മൈ കീ ലൈറ്റ്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ഏരിയ എന്ന് പറയുന്നത് യു ഹാവ് ടു മെഷർ ദിസ് ലൈറ്റ്. ആ ലൈറ്റിനേക്കാളും ഇപ്പോൾ നമ്മൾ കൊടുത്തിരിക്കുന്ന ഈ ടോപ്പ് ഫിൽ ലൈറ്റിനേക്കാളും കുറച്ചുകൂടെ പഞ്ചിൽ, കുറച്ചുകൂടെ ഇൻറ്റൻസിറ്റിയിൽ വേണം നമ്മുടെ കീ ലൈറ്റ് കൊടുക്കാനായിട്ട്. ജസ്റ്റ് ഫോർ യുവർ റെഫറൻസ് ടേക്കിംഗ് എ ഫോട്ടോ. ജസ്റ്റ് ആ പോസം തരാമോ അശ്വി? I have dear friend Ashwin with me. I'm taking one photo. Now, whatever I'm putting right now basically defines the very emotion of his face. I will again show you if I'm moving it a little bit here and just heightening it up. Beautiful. ഇപ്പോൾ നിങ്ങൾ ആ ഫേസിൽ വന്നേക്കുന്ന ഒരു രസകരമായ മോൾഡിങ് ഉണ്ടോ? Somewhere down the line ടോപ്പ് ലൈറ്റും ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ഈ കീ ലൈറ്റ് ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. യു ക്യാൻ സീ ദിസ് കീ ലൈറ്റ് ഫോളിങ് ഹിയർ ആൻഡ് ദെൻ ഗ്രാജുവലി ഇറ്റ് ഈസ് ജസ്റ്റ് ഗിവിങ് റൂം ഫോർ ദ ടോപ്പ് ലൈറ്റ്. സോ സാധാരണഗതിയിൽ നമ്മളിപ്പോൾ ടോപ്പ് ലൈറ്റ് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ സംഭവിക്കുക, കണ്ണിൻ്റെ ഈ സൈഡ്, ഈ രണ്ട് സൈഡ്, ഈ സൈഡ് ഒക്കെ നമുക്ക് നഷ്ടപ്പെട്ടു പോകും. പ്രധാനമായിട്ടും ഞാൻ നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഫാക്ടർ, ഐ വാണ്ട് ടു ടേൺ ദിസ് ഓഫ് ആൻഡ് സീ ഹൗ ഇറ്റ് വാസ് സപ്പോർട്ടിങ് മൈ ലൈറ്റിംഗ്. ബും ഓഫ്. യു സീ ദ ലൈറ്റിംഗ് റൈറ്റ് നൗ. ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഈ ലൈറ്റിങ്ങിൽ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്യാമറയുടെ സ്ക്രീനിലൊക്കെ കാണാൻ ഭയങ്കര രസമായിരിക്കും. കാരണം ദ ഷാഡോസ് ഹാവ് ബിക്കം വേ ടു സാച്ചുറേറ്റഡ്, ദ ഷാഡോസ് ഹാവ് ബിക്കം വേ ടു ഡീപ്പ്. യു നീഡ് സം ലെവൽ ഓഫ് ഡേറ്റ ഇൻ ദ ഫിൽ സൈഡ്. അതാണ് സത്യത്തിൽ നമുക്ക് PT4C തരുന്നത്. സിൻസ് വി ഹാഡ് എ ടോപ്പ് ലൈറ്റ്, ഐ ആം ജസ്റ്റ് further modulating it a little bit. Intensity, reducing it a bit. I want it to be a little bit more subtle, the key to fill ratio. Okay guys, so let's try and see one more take. Yeah, ആ ഷട്ടിലേക്ക് വീഴുന്ന പോർഷൻ മാത്രം ഒന്ന് കട്ട് ചെയ്യണം. So I'll be using a flag. So guys, ഞാൻ എൻ്റെ കീ ലൈറ്റ് കുറച്ചുകൂടെ ഒന്ന് മോഡുലേറ്റ് ചെയ്തു, കുറച്ച് ബാക്കിറക്കി ഹണികോംബ് ഇട്ടു. സോ നൗ യു ഹാവ് എ ലൈറ്റ് പ്രസൻറ്റ് ഇൻ ഹിസ് ഫേസ്. ഷാഡോസും ഫിൽഡ് ആണ്, കീ സൈഡും ഫിൽഡ് ആണ്, ഹെയർ ലൈറ്റിനും ഒക്കെ ഒരു അത്യാവശ്യം നല്ല ഡെഫിനേഷൻ ഉണ്ട്. സി ഹൗ ദ ലൈറ്റ് ഹാസ് ബീൻ മോഡുലേറ്റഡ് ഓൺ ഹിസ് ഫേസ്. സ്കിൻ ടോൺ, ദി ഹെയർ സൈഡ്, എവറി ഷാഡോ സൈഡ് ഈസ് വെൽ ലിറ്റ്. നിങ്ങളുടെ പൊർട്രേറ്റ് ഷൂട്ടിങ്ങിലേക്കും വീഡിയോഗ്രാഫിയിലും ഒക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു ബേസിക് പ്രിൻസിപ്പിളാണ്. Just putting a top light and putting a key light and just playing around with it. Stay tuned.